എസ് ഡി ക്രിയേഷൻ 123യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കാം. വാ. ഹലോ ഗായ്സ്, നമ്മൾ വന്നിരിക്കുന്നു വീണ്ടും. അപ്പോൾ നമ്മളുടെ ഒരു വെഗയുടെ അത്യാവശ്യം പണി തീർന്നിരിക്കുകയാണ്. ഞാൻ അടുത്ത് കാണിച്ചു തരാമാണ്. അത്യാവശ്യം നമ്മളെ കുറേ പണിപ്പെട്ട് കിട്ടിയൊരു സെറ്റപ്പാണ് ഇങ്ങനെ ചെയ്തെടുത്തത്. അപ്പോൾ ക്യാബിനൊക്കെ വെക്കുന്ന വീഡിയോസ് കുറച്ച് പോയിട്ടുണ്ടായി. എന്നാലും നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് തുറക്കണ്ട. ഓക്കെ, ഇപ്പോൾ പെയിൻറ്റിങ് ഒക്കെ ചെറുതായിട്ടൊന്ന് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നേരെ ഒരു സബ് ഇപ്പോൾ കയറ്റി കൊടുത്തിട്ടുണ്ട്. സബ് കറക്റ്റായിട്ട് കാണണമെങ്കിൽ ഇങ്ങനെ വെക്കണം. കാണുന്നുണ്ടെന്ന് വിശ്വസിക്കണം. പിന്നെ നമുക്ക് ലൈറ്റ് ഇപ്പോൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്ന ഒരു പണിയാണ് ഇതിങ്ങനെയുള്ളത്. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിലെ കൂടെ ലൈറ്റിൻ്റെ കണക്ഷനൊക്കെ ഇപ്പോൾ തന്നെ എടുക്കാവുന്നതാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു തുറക്കാൻ പറ്റുന്ന സെറ്റപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനെ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇത് കറക്റ്റായിട്ട് ഗ്ലൂ ചെയ്യേണ്ടതാണ്. അവസാനം ഗ്ലൂ ചെയ്യുന്നത് നമ്മൾ കാർ ബോഡിയിൽ തന്നെയാണ് മൊത്തം ചെയ്യുന്നത്. പിന്നെ ക്യാബിൻ വന്നിട്ട് ഒരു എന്താണ് ഗോൾഡൻ കളറിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡ് പറയുകയാണെങ്കിൽ നല്ലൊരു എന്താണ് ടെയിൽ ലൈറ്റും എല്ലാം നല്ല സൂപ്പറാക്കി ഇതിൻ്റെ അടിയിൽ ഒരു ഗോൾഡൻ കളർ ഷെയ്ഡിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മറ്റെന്താണ് ബസ്സിൻ്റെ ഉള്ളിൽ കയറാൻ പോകുന്ന സംഭവങ്ങളെ പറ്റിയിട്ടാണ്. ഇതാണ് നമ്മളുടെ ഒരു എന്താണ് സ്ലൈഡിങ് ഡോറാണ് വെക്കാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് 2 സൈഡ് റോസ് അടിച്ചുകൊണ്ടാണ് ഈ ചെറിയൊരു റോസ് കളർ കാണിക്കുന്നത്. അത് നമുക്ക് ഒന്നും കൂടി നമ്മളൊരു കോട്ടിങ് കൂടി അടിച്ചിട്ട് കറക്റ്റ് ആക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു ഡോർ ഇതുപോലെ ഇങ്ങോട്ടേക്ക് വരുന്ന സെറ്റപ്പിലേക്കാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, നമുക്ക് അടുത്തത് നോക്കാം. ഇതാണ് ഇത് ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്താണ്. അത് കുറച്ച് ഒരാൾ കടയിൽ പോയപ്പോൾ ഞാൻ ചെയ്തെടുത്താണ്. ക്യാമറമാൻ കടയിലായിരുന്നു. ഇതിൻ്റെ പെയിൻറ്റ് വേറൊരു കളർ പെയിൻറ്റ് മേടിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോൾ അതിപ്പോൾ അതിൻ്റെ അങ്ങനെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഇപ്പോൾ മേടിച്ചിട്ട് വന്നു. അതുപോലെ തന്നെ അപ്പോഴാണ് ഞാൻ ഈ പെയിൻ്റ് അടിച്ചത്. അതുകൊണ്ട് ക്യാമറ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഫെവി ബോണ്ട് വെച്ചിട്ടാണ് ഇതെല്ലാം ഒട്ടിക്കുന്നത്. ഗ്ലാസിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം നമ്മൾ ഫെവി ബോണ്ട്. ഇതിൻ്റെ വർക്ക് തീർന്നിട്ടില്ല കേട്ടോ. സബിൽ ഈ ബാക്കിൽ കൂടെ നമ്മൾ ഗ്ലാസ് ഒട്ടിക്കണം, എന്നാലേ കുറച്ചും കൂടി ഫിനിഷിങ്ങിൽ അത് കിട്ടുള്ളൂ. ഈ കണ്ണിൻ്റെയൊക്കെ കറക്റ്റ് സൂപ്പറായിട്ട് ഗ്ലാസ് ഒട്ടിച്ചെടുക്കണം. ഇവിടെ വലിയ ഡിസൈനൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ കാരിയറിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഇവിടെയൊക്കെ ആയിട്ട് ഒരു ഡിസൈൻ, അങ്ങനെ ബോധത്തിൻ്റെ കണ്ണ് പോലത്തെയൊക്കെ ഡിസൈനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. നോക്കാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടയറിലും എന്താണ് ഇതിൻ്റെ ഇതൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതാ നമ്മുടെ വാൾ ട്യൂബിൻ്റെ ഈ ഏത് വണ്ടിൻ്റെ ആണെങ്കിലും വാൾ ട്യൂബിൻ്റെ ഒരു ഇതെടുത്താൽ മതി. അത് തന്നെയാണിത്. പിന്നെ ഉപയോഗിക്കുന്ന കളറെന്ന് പറയുന്നത് മറ്റേ ഫാബ്രിക് കളേഴ്സാണ് ഉപയോഗിക്കുന്നത്. അക്കർലിക്കും മേടിക്കുന്നുണ്ട്. അക്കർലിക്കിൻ്റെയാണ് ഇതും അക്കർലിക് കളേഴ്സാണ്. പിന്നെ ഇതും അക്കർലിക്ക് തന്നെയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ വണ്ടി ഓടാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം ഇത് ഞാൻ മേടിച്ചപ്പോൾ 90 രൂപയാണ്. ഇപ്പോൾ നിങ്ങളെവിടെയൊക്കെ എത്രയാണെന്ന് എനിക്കറിയില്ല. നേരെ ഇത് ഓരോ സ്ഥലത്ത് ഓരോ റേറ്റാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റേ നമ്മൾ ഒരൊറ്റ മോട്ടറിൽ 2 സൈഡിലേക്കായിട്ട് കറങ്ങും. അത് നമ്മൾ കുറേ എന്താണ് ഇതിൽ കണക്ഷൻസൊക്കെ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് അവരിങ്ങനെ തരുന്നതാണ്. നമ്മൾ ആകെ ഈ 2 കണക്ഷൻ മാത്രം ചെയ്താൽ മതി. ഇതിലേക്ക് 2 വയർ പോസിറ്റീവ് നെഗറ്റീവ് മാത്രം കൊടുത്താൽ വണ്ടി സൂപ്പറായിട്ട് ഓടിക്കോളും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഫെവി ബോണ്ട്. പിന്നെ നമ്മൾ സാധാരണ ഈ കാർ ബോർഡൊക്കെ ഒട്ടിക്കാനായിട്ട്, പിന്നെ നമ്മൾ മറ്റേ ഇതെല്ലാം ഒട്ടിക്കാനായിട്ട്, അത് കാർ ബോർഡൊക്കെ ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഫ്ലെക്സ് ക്യുക്ക് എന്ന് പറയുന്നത്. ഫ്ലെക്സ് ക്യുക്ക് അതിന് ഏകദേശം നമുക്ക് റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഇതിന് 50 രൂപയോ 60 രൂപയൊക്കെ ആയിട്ടാണ്. ഇത് 50 രൂപേൻ്റെയാണ്. 60 രൂപേൻ്റെ വേറൊരു എണ്ണം കൂടി ഉണ്ട്. പക്ഷെ അതും നല്ല തന്നെയാണ്, ഇതും നല്ല തന്നെയാണ്.
നമ്മളിപ്പോൾ വില കുറഞ്ഞിട്ട് ചെയ്യണതുകൊണ്ട് 50 രൂപൻ്റെ മേടിക്കണുള്ളൂ. എല്ലാം ഇതിൻ്റെ ഒരു വലിയ സാധനം ഉണ്ടായിരുന്നതാണ്, കഴിഞ്ഞു കേട്ടോ ഗൈസ്. ഈ അക്രലിക് പെയിൻറ്റിൻ്റെ വലുത് ഒരെണ്ണം ഉണ്ടായിരുന്നതാണ്, കഴിഞ്ഞു. ഇതിപ്പോൾ നമുക്ക് 98 രൂപൻ്റെ പുതിയത് മേടിച്ചിട്ട് വന്നതാണ്, മറ്റേത് കഴിഞ്ഞുകൊണ്ട്. പിന്നെ ഇനിയിപ്പോൾ പറയാനായിട്ട് നമ്മളെല്ലാം അത്യാവശ്യം പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇനി വർക്കിലേക്ക് കിടക്കണം, നൈറ്റാണ് വരുന്നത്. ഇനിയെന്ന് പറഞ്ഞാൽ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്നിങ്ങനെ കറക്റ്റ് ഇങ്ങനെ വളച്ച് പിടിച്ചൊന്ന് ഒട്ടിപ്പിക്കാനാണ്. അത് നമ്മൾ നേരെ പിന്നെ അതുപോലത്തെ 2 കുഞ്ഞു കത്രികകളാണ് നമ്മളെ ഇതിനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങാം ഗൈസ്. ഇതിങ്ങനെ മുറിച്ചിട്ട് കറക്റ്റ് അളവ് ഇതാക്കുക. അപ്പോൾ നമുക്കിതൊക്കെ മുറിച്ച് ഒട്ടിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളെല്ലാം ഒട്ടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ നമുക്കിതാ ഇവനെ ഇതുപോലെ ഷെയ്പ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഷെയ്പ്പാക്കി കൊടുക്കുക, കറക്റ്റ് ഇങ്ങനെ അതിൻ്റെ അറ്റം വരെ ഷെയ്പ്പാക്കി കൊടുക്കുക. അതേ പരിപാടി നമ്മളിതാ ഇത് ഇപ്പുറത്തും അതേപോലെ തന്നെ ഇവിടെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സുഖമായിട്ട് അത് മുകളിലത്തെ ആ ഒരു ലെയർ ഒട്ടിക്കുന്ന സമയത്ത് സൂപ്പറായിട്ട് തന്നെ വയ്ക്കാനായിട്ട് കഴിയും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇതിങ്ങനെ കറക്റ്റ് ഷേപ്പിലേക്ക് അങ്ങോട്ട് മുറിച്ച് കൊടുക്കുക. ഇതിങ്ങനെ ഒരു വണ്ടി നമ്മൾ വേറെ വണ്ടിയൊക്കെ ഉണ്ടാക്കിയതൊക്കെ 1 മാസം അങ്ങനെ നല്ല ടൈം പീരീഡ് ഉണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കാൻ. ഇതിപ്പോൾ നമ്മൾ വെറുതെ ചിന്ന ചതറിന് ഒരു ഡിസൈൻ മാത്രം ആക്കിയിട്ടുള്ളൂ, അല്ലാതെ പൊട്ടത്തരം കാണിച്ച് അടിച്ചു വെച്ചിരിക്കുകയല്ല. ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഗൈസ്. പക്ഷെ അതിൽ കാർബോർഡിനൊരു പ്രശ്നമായതുകൊണ്ടും പെയിൻറ്റിൻ്റെ ഒരു പ്രശ്നമായതുകൊണ്ടും എന്തൊക്കെയൊക്കെയോ പറ്റിയതാണ്. ഇതായിരുന്നു ശരിക്കും ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ വരാൻ പോവാണ് ഇനി ഇത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബേസ്, അതായത് ഇതിങ്ങനെ ഞാൻ ഇപ്പോൾ നേരെ കാണിച്ചു തരാം. വയറൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നമാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം വരും. ഇതിന് നടുവിൽ ഇനി കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് അറിയേണ്ട പണിയെന്ന് പറഞ്ഞാൽ ഈ ഒരു അളവെടുത്തിട്ട് സ്കെയിലെടുത്തിട്ട് നടക്കില്ല എന്നാണ് 15 കണ്ടില്ല 20 സെൻറ്റിമീറ്ററാണ് വണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അളവ് നോക്കാം. ഇതിൻ്റെ അളവ് 5.5 അപ്പോൾ ഇതിൻ്റെയും അതേ അളവാണ്, അളവാണ്. അപ്പോൾ 5.5 ഈ കാരിയർ സെറ്റ് ചെയ്യണതും ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുന്നതും ഇതിൽ പല ലൈറ്റുകൾ കറങ്ങുന്നതും കാഴ്ചകളും എല്ലാം കൂടിയായി ഇതിൻ്റേതായിട്ടുള്ള സെക്കൻഡ് പാർട്ട് വീഡിയോ ഞങ്ങൾ ഇടുന്നതാണ്. എല്ലാവരും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന വീഡിയോ ഓരോന്നോരോന്ന് പെട്ടെന്ന് എടുത്ത് കണ്ട് അതിനെ ആസ്വദിക്കാനും അതുപോലെ ഉണ്ടാക്കാനും കഴിയുന്നവർക്ക് ഉണ്ടാക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്തിട്ട് നിങ്ങൾ അടുത്ത പാർട്ടിൽ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ടാറ്റ ബൈ ബൈ ഗൈസ്.